Welcome back to our English class. So, നോക്കൂ മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മുടെ ചാപ്റ്റേഴ്സോ നമ്മുടെ സമ്മറി പോം ദ പോയിന്റ് ഡിവൈസസ് നത്തിങ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഇവിടെ നല്ല എന്താണ് വലിയ അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി എന്നുള്ളത്. ഇറ്റ് ഇസ് റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മുടെ ഗ്രാമറിന്റെ സിലബസ് നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് റിപ്പോർട്ട് സ്പീച്ചിൽ. നിങ്ങൾക്കറിയാം ഇത് നിങ്ങളെ 7th എന്നല്ല 8th എന്നല്ല 9th 10th +1 +2 SSLC ഡിഗ്രി നിങ്ങൾ എന്താ ലൈഫ് ത്രൂ ഔട്ട് നമുക്ക് വേണ്ടതാണ് എന്ത് ഇഫ് യു ആർ റെഡി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡി ആണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് വേണം ദിസ് റിപ്പോർട്ട് സ്പീച്ച് വി നീഡ് അല്ലേ, നമുക്ക് ആവശ്യമുള്ളൊരു സംഗതിയാണ്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ട് സ്പീച്ച് ആണ്. എങ്ങനെയാണ് ആക്ച്വലി റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി റിപ്പോർട്ട് സ്പീച്ച്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും സ്ലോലി നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എല്ലാവരും എന്തെല്ലാം റെഡി ആയില്ലേ? Okay, now first listen. നോക്കൂ ഇവിടെ എന്താണ് ആക്ച്വലി റിപ്പോർട്ട് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ച് ഈസ് ഹൗ വി റെപ്രസെന്റ് ദ സ്പീച്ച് ഓഫ് അതർ പീപ്പിൾ ഓർ വാട്ട് വി ourselves say. There are two main types of report speech. രണ്ട് ടൈപ്പ് ഓഫ് റിപ്പോർട്ട് സ്പീച്ച് ഉണ്ട്. ഓക്കെ, എന്താ ആക്ച്വലി ഒന്ന് നമ്മൾ ഒരു വ്യക്തി പറയുന്ന കാര്യം അവർ പറയുന്നതായ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് അത് പറയാണ്. ഇപ്പം ഞാൻ പറയാണ് ഞാൻ അനീസ എന്ന് പറയുന്ന കുട്ടി ഇവിടെ ഉണ്ട്. ഞാൻ അനീസയോട് പറയാണ് അനീസ ഞാൻ നാളെ ലീവായിരിക്കും. അനീസ ചെന്നിട്ട് അതെന്താണ് ശീതളിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് ശീതൾ അൻവറ മിസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ ലീവായിരിക്കും. അത് അങ്ങനെ തന്നെ ഒരു മാറ്റം വരുത്താതെ അവരെന്ത് ചെയ്തു റിപ്പോർട്ട് ചെയ്തു. അതെന്താണ് ആ ഒരു ടൈപ്പ് ഓഫ് റിപ്പോർട്ട് സ്പീച്ചും ഉണ്ട്. അതേപോലെ അനീസ് അത് അനീസിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും അത് മാറ്റി പറയും. അതിനും എന്തുണ്ട റിപ്പോർട്ട് സ്പീച്ച് ഉണ്ട് അല്ലേ. സോ ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റിപ്പോർട്ട് സ്പീച്ച് എന്താണ് ഇറ്റ് ഈസ് there. നോക്കൂ ഇവിടെ there are two main types of report speech. രണ്ട് തരത്തിലുള്ള റിപ്പോർട്ട് സ്പീച്ച് ആണ് എന്ത് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഏതാണ് ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. എന്താണ് ആക്ച്വലി ഡയറക്റ്റ്? ഐ ലൈക്ക് പീറ്റർ. എനിക്ക് പീറ്ററിന് ഇഷ്ടമാണ്. ഡയറക്റ്റ് ആ വ്യക്തി എന്താണ് പറയാൻ നമ്മൾ ഞാൻ ഡയറക്റ്റായിട്ട് മറ്റുള്ളവരോട് പറയാണ് എനിക്ക് പീറ്ററിന് ഇഷ്ടമാണ്. അത് കേട്ട് നിന്ന് അപ്പുറത്തുള്ള ഒരാൾ പറയണേ ദേ നോക്ക് അവർ പറഞ്ഞത് കേട്ടോ, അൻവറ മിസ് പറഞ്ഞത് കേട്ടോ, മിസ്സിന് പീറ്ററിന് ഇഷ്ടമാണെന്ന്. നേരെ എന്ത് ചെയ്തു അങ്ങ് അത് ഒന്ന് കൺവേർട്ട് ചെയ്തു, അതൊന്ന് അങ്ങ് ചേഞ്ച് ചെയ്തു. ഓക്കെ നോക്കി ഇവിടെ ഷീ സെഡ് ഷീ ലൈക്ഡ് യു. നൗ ഡിറക്റ്റ് സ്പീച്ച് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. Inward commas are used to enclose the exact words of the speaker. This is very important. നമ്മുടെ ആ ഒരു എക്സാക്ട് സ്പീക്കർ അത് എന്താണ് അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അവർ പറഞ്ഞ സെൻറ്റൻസസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് എന്ത് ഉപയോഗിക്കണം നമ്മൾ ഇൻവേർട്ടഡ് കോമ നമ്മൾ കൊടുക്കണം. ക്ലോസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം. ഓക്കെ എ കോമ ഈസ് യൂസ് ആഫ്റ്റർ ദ ഇൻട്രൊഡക്ടറി ഓർ റിപ്പോർട്ടിംഗ് വേവ്. നമ്മൾ റിപ്പോർട്ടിംഗ് വേർബിന് ശേഷം എന്ത് കൊടുക്കണം? ഹി സെഡ് അവൻ പറഞ്ഞു, ഷീ സെഡ് അവൾ പറഞ്ഞു, they said അവർ പറഞ്ഞു. അപ്പൊ ആ ഒരു റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ഈ ഭാഗം. ഓക്കെ അതിനുശേഷം we have to put a comma. നമ്മൾ എന്ത് ചെയ്യണം ഒരു കോമ അവിടെ കൊടുക്കണം. ഓക്കെ now punctuation marks like question marks, exclamation marks, commas are used. punctuation mark like എന്തൊക്കെയാണ് question mark. if it is a question ആ question mark നമ്മൾ ഇടണം. if it is an exclamatory sentence നമ്മൾ exclamatory mark അവിടെ കൊടുക്കണം. now commas are used. comma ആണ് എന്ത് സെന്റൻസിൽ ആവശ്യമെങ്കിൽ we have to give that comma also. അപ്പോൾ നോക്കി പങ്ക്ച്വേഷൻ നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബിന് ശേഷം വരുന്ന കോമ ഇൻവേർട്ടഡ് കോമാസ്. ഓക്കെ അപ്പൊ 3 കാര്യങ്ങൾ ഡിറക്റ്റ് സ്പീച്ചിന്റെ സമയത്ത് യു ഹാവ് ടു കീപ് ഇൻ യുവർ മൈൻഡ് വെൽ. ഓക്കെ ഇതിന്റെ 3 റൂൾസ്. ഓക്കെ അല്ലേ. നൗ ലെറ്റ്സ് ഡിസ്കസ് ഏതാണ് ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അത് തന്നെയാണ് ഞാൻ എന്ത് ഇംഗ്ലീഷിലും പറഞ്ഞത്, എടുക്കൊന്ന് മലയാളത്തിൽ തള്ളിന്നുള്ളൂ. ഓക്കെ നൗ ലെറ്റ്സ് സീ ഹിയർ നോ ഇൻവേർട്ടഡ് കോമേഴ്സ് ആർ യൂസ്ഡ്. നേരെ ഓപ്പോസിറ്റ് ഒരു ഇൻവേർട്ടഡ് കോമൻ്റെ ആവശ്യമില്ല. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ് എപ്പോഴും ഭയങ്കര തനിച്ചേണിയാണ്. മുമ്പിൽ കുറച്ച് വില്ലാടി എന്താണ് കില്ലാടി കുറച്ച് റൗഡി തിരക്കുണ്ട്. ഒരു ഇൻവേർട്ട് കോമൻ്റ് എന്തൊന്നുമില്ല, എനിക്ക് ആവശ്യമില്ല. കോമ ഈസ് നോട്ട് യൂസ്ഡ് ആഫ്റ്റർ ദ ഇൻട്രൊഡക്ടറി റിപ്പോർട്ടിംഗ് വേർബ്. അതേപോലത്തെ റിപ്പോർട്ടിംഗ് വേർബിന് ശേഷം എന്ത് ഉപയോഗിക്കില്ല, എനിക്കൊരു കോമയുടെ ആവശ്യമില്ല. നമ്മളെ എനിക്കൊരു എന്താണ് ഒരു എന്താ ചുക്കിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പോലെ. അതേപോലെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്ത് വേണ്ട ഇൻവേർട്ട് കോമൻ്റെ ആവശ്യമില്ല. റിപ്പോർട്ടിംഗ് വേർബിന് ശേഷം കോമയുടെ ആവശ്യമേ ഇല്ല. ഓൾ ദ പങ്ക്ച്വേഷൻ മാർക്സ് ആർ റിമൂവ്ഡ് എക്സെപ്റ്റ് ദ കോമേഴ്സ് ആൻഡ് ഫുൾ സ്റ്റോപ്പ്. അതേപോലെ തന്നെ ഒരു പങ്ക്ച്വേഷൻ മാർക്കിന്റെ എന്തില്ല ആവശ്യമില്ല എക്സെപ്റ്റ് കോമേഴ്സ് ആൻഡ് ഫുൾ സ്റ്റോപ്പ്. കോമേഴ്സ് ആൻഡ് ഫുൾ സ്റ്റോപ്പ് ഇത് രണ്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്.
ആ രണ്ടും മാത്രമേ എന്തുള്ളൂ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഹി സെഡ് ദാറ്റ് ഹി എയ്റ്റ് ഐസ്ക്രീം. നോക്കിയേ, ഇവിടെ നേരത്തെ നമ്മൾ എന്തിട്ടില്ല, കോമ ഇട്ടിട്ടില്ല. ഇവിടെ നോക്കിയേ, ഹി എയ്റ്റ് ഐസ്ക്രീം, നമ്മൾ ഒരു എന്താണ് ഇൻവേർട്ടഡ് കോമയൊന്നും കൊടുത്തിട്ടില്ല. അപ്പം എന്താ, ദാറ്റ് മീൻസ് നമ്മൾ എന്ത് വേണ്ട, ഒരു പങ്ക്ച്വേഷൻ മാർക്കും ഒന്നും കൊടുക്കണ്ട എക്സെപ്റ്റ് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ടോ, അത് പിന്നെ ഏത് സെൻറ്റൻസും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. അതേ റൂൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മളെടുത്ത് അടിച്ചിട്ടുള്ളൂ. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളത് ഒരു ജന്മനായുള്ള അവകാശമാണ് ഒരു സെൻറ്റൻസിൻ്റെ. അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മളതങ്ങ് കൊടുത്ത് നിഷേധിച്ചിട്ടില്ല. നൗ റൂൾസ് എന്താണ് ആക്ച്വലി റൂൾസ് നോക്കിയേ. ഇവിടെ ചേഞ്ച് ഇൻ പ്രൊനൗൺസ്, ദ ഫസ്റ്റ് ആൻഡ് മെയിൻ തിങ്. എങ്ങനെയാണ് പ്രൊനൗൺസ് മാറുന്നത്, എങ്ങനെയാണ് ആക്ച്വലി പ്രൊനൗൺസ് മാറുന്നത്? ഒരു പ്രശ്നവുമില്ല. ഡിറക്റ്റ് സ്പീച്ചിൽ എന്താണോ പ്രൊനൗൺ ആയിട്ട് വരുന്നത് അത് എങ്ങനെയായിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറും നോക്കൂ. ഐ, ഞാൻ എന്നുള്ളത് എന്താകും, അവൻ, അവൾ, അതല്ലേ ആവുള്ളൂ. ഞാൻ വരില്ല നാളെ. അൻവർ ആ മിസ് പറഞ്ഞു, മിസ് വരില്ല. അപ്പം എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞെങ്കിൽ ഷീത എൻ്റെ കൂടെ ടീച്ചറാ. അൻവർ, അവൾ നാളെ വരില്ല, അവൾ. സോ നോക്കി, I would be into he or she. Next one, we will be they. My will be his or her. Your will be my. Our will be them. Me will be him or her. Us will be them. Me, എന്നോട്, എനിക്ക്. അതെന്താകും, അവനോട്, അവളോട്. us, ഞങ്ങളോട്. them, അവരോട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നോക്കിയേ, ചേഞ്ച് ഓഫ് ആഡ്വേർബ്സ്. ആഡ്വേർബ്സ് ആണ്. എന്താ ആഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ, ഒരു വേർബിന് മോഡിഫൈ ചെയ്യുന്നത്. The word which modifies a verb. വേർബിന് മൊഞ്ചാക്കുന്നത്. നമ്മുടെ അൽഫാമിന് ഷവർമയില്ലേ, അൽഫാമിന് മയോണീസില്ലേ, അൽഫാമിന് നമ്മൾ മൊഞ്ചാക്കുന്നില്ലേ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തിട്ടും എല്ലാണ്ട് കഴിക്കുമ്പം, ലൈക്ക് ദാറ്റ്. ഓക്കെ, നൗ എന്താ നോക്കിയേ, ഹിയർ എന്നുള്ള അഡ്വേർബ് എന്താകും, ഇറ്റ് വുഡ് ബി ദേ. ടുഡേ എന്നുള്ളത് എന്താകും, ദാറ്റ് ഡേ. ടുഡേ എന്നുള്ളത് എന്താകും, ദാറ്റ് ഡേ. ടുഡേ വിൽ ബി ദാറ്റ് ഡേ. നൗ ദിസ് മോർണിംഗ്, ഈ രാവിലെ എന്നുള്ളത്, ഇന്ന് രാവിലെ എന്നുള്ളത് എന്താകും, ദാറ്റ് മോർണിംഗ്. ആ രാവിലെ എന്നാകും ദാറ്റ് മോർണിംഗ്. യെസ്റ്റർഡേ എന്നുള്ളത് എന്താകും, ദ ഡേ ബിഫോർ. യെസ്റ്റർഡേ എന്നുള്ളത് എന്താണ്, ദ ഡേ ബിഫോർ, മുൻപ് കഴിഞ്ഞു പോയ ദിവസം. ടുമോറോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ദ ഡേ ബിഫോർ ആണെങ്കിൽ എന്തായിരിക്കും, ടുമോറോ, ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് എന്താകും, നെക്സ്റ്റ് വീക്ക് വിൽ ബി ദ ഫോളോവിങ് വീക്ക്. 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 നോക്കിയേ, നെക്സ്റ്റ് മന്ത് വിൽ ബി ദ ഫോളോവിങ് മന്ത്. നെക്സ്റ്റ് മന്ത് will be the following one. Now will be എന്താകും, then ആകും. Here will be എന്താകും, there ആകും. Now hereafter, the after. This, that, these, those, ago, before. ഒന്നുകൂടി പറയാം നമുക്ക് ഇവിടെ മുതൽ. Now, ഇപ്പോൾ, അപ്പോൾ. Here, ഇവിടെ, അത് എന്താവും, അവിടെ. Hereafter, the after. This, ഇത്, അത്. ദീസ്, ഇതൊക്കെ. ദോസ്, അതൊക്കെ. അപ്പൊ എല്ലാം നമ്മൾ എന്താവും, ഇത് അതാകുന്നു. സുരാജ് ഞാനപ്പോട് പറഞ്ഞത് ഇത് നല്ലൊരു ഇതാണ്. അതേപോലെ റിപ്പോർട്ട് സ്പീച്ച് ആകുമ്പോൾ എന്താകും, ഇൻഡയറക്റ്റ് ആകുമ്പോൾ എന്താകും, അത് നല്ലൊരു അതാണ്. അത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് നല്ലൊരു ഇതാണ്, അത് നല്ലൊരു അതാണ്. Okay, now these എന്നുള്ളത് എന്താകും, those എന്നാകും. Now the next one, it is ago എന്നുള്ളത് എന്താകും, before എന്നാകും. Now thus എന്നുള്ളത് എന്താകും, so, today, that day, tonight, that night, last night, the previous night, yesterday, the day before or the previous day, tomorrow, the next day or the following day. വെരി സിമ്പിൾ, നോ, വെരി സിമ്പിൾ. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു എന്ന്. തീർന്നിട്ടില്ലടാ. നോക്കൂ, ലാസ്റ്റ് വീക്ക് എന്താകും നമുക്ക്, ദ വീക്ക് ബിഫോർ, തൊട്ട് മുന്നേ ഉള്ള ആഴ്ച, ദ പ്രീവിയസ് വീക്ക് അല്ലെങ്കിൽ ദ പ്രീവിയസ് വീക്ക്. ഓക്കെ, നെക്സ്റ്റ് വീക്ക്, ദ വീക്ക് ആഫ്റ്റർ അല്ലെങ്കിൽ എന്താണ്, ദ നെക്സ്റ്റ് വീക്കിലെ ദ ഫോളോവിങ് വീക്ക് എന്നാവും. ലാസ്റ്റ് മന്ത് എന്താവും, ദ മന്ത് ബിഫോർ ദ പ്രീവിയസ് മന്ത് ആവും. നെക്സ്റ്റ് മന്ത് ആവും എ മന്ത് ആഫ്റ്റർ. നെക്സ്റ്റ് മന്ത് എന്നുള്ളത് എന്താകും, ഒരു മാസത്തിന് ശേഷം, എ മന്ത് ആഫ്റ്റർ. ഓക്കെ, എ മന്ത് ആഫ്റ്റർ എന്നാകും നെക്സ്റ്റ് മന്ത്. Now change in tenses. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തത് പഠിക്കാനുള്ളത്. നോക്കൂ, വളരെ ഈസിയാണ്, വെരി 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 സിമ്പിൾ. ഓക്കെ, പ്രസന്റ് ടെൻസ് എന്താകുന്നു, പാസ്റ്റ് ടെൻസ് ആകുന്നു. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആവും, അത് അങ്ങോട്ട് ഉറപ്പിച്ച് വെക്കാം. ടെൻസ് എന്തായാലും മാറും. ഇവർ രണ്ടുപേരും ഒരേ വണ്ടിക്ക് പോകില്ല, ഡയറക്റ്റും ഇൻഡയറക്റ്റും. അത് നിങ്ങൾ മനസ്സിലാക്കാൻ പൂർണ്ണ ശത്രുക്കളാണ്. പ്രസന്റ് ആണെങ്കിൽ എന്താവും, പാസ്റ്റ് ആക്കി മാറ്റി. അത്ര ആലോചിക്കാം. സിമ്പിൾ പ്രസന്റ് എന്താകും, സിമ്പിൾ പാസ്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ, ഹി സെഡ് ഐ ഈറ്റ് ഐസ്ക്രീം.
he said that നമ്മൾ കൊടുക്കണം. I എന്താകും? he ആകും. eat എന്താകും? past ആകുമ്പോൾ ate ആകും. ഐസ്ക്രീം ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ കൊടുത്തു. അത്രയേ ഉള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് എന്താകും? പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. he said I am eating ice cream. he said that he was eating ice cream. ഫുൾ സ്റ്റോപ്പ് നമ്മൾ കൊടുത്തു. he said that he was. is എന്നുള്ളത് എന്താകും? was ആകും. eating ice cream. present continuous നേരെ എന്താകും? past continuous ആകും. ഇനി എന്താണ്? വെരി ഈസി. present perfect എന്താകും? past perfect ആകും. വെരി ഈസി. he said present perfect ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാവും സെന്റൻസിലെ? ഒന്നെങ്കിൽ എന്തുണ്ടാകും? have അല്ലെങ്കിൽ has plus we3. നേരെ ഓപ്പോസിറ്റ് നോക്കിയേ. I have eaten ice cream. സെയിം. he said that he എന്താകും? haveന്റെ past tense എന്താ? had eaten ice cream. Very simple now. Next one, present perfect continuous എന്താകും? past perfect continuous ആകും. present നേരെ നോക്കുക. hi എന്നുള്ളത് എന്താകും? he ആകും. have എന്നുള്ളത് എന്താകും? had ആകും. ബീന് പിന്നെ വേറെ past tense ഫോം ഇല്ല. been eating ice cream. ഇവിടെ that ചേർത്ത് കൊടുത്താൽ പോരെ? വെരി സിമ്പിൾ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. നൗ ഇനി പാസ്റ്റ് ടെൻസിലുള്ളത് എന്താകും? നോക്കൂ. ഇതാണ് നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു. ഓക്കെ, നോക്കേ. സിമ്പിൾ പാസ്റ്റ് എന്താക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആകും. he said I ate ice cream. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് വേണം. ഒരു പ്രശ്നമുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. had plus v3 കൊടുത്താൽ മതി. അപ്പൊ നോക്കിയേ. he said that he had eaten. had plus v3. had eaten ice cream. past continuous എന്താണ്? past perfect continuous ആകും. I was eating ice cream. ഇവിടെ നമുക്ക് past continuousനെ പിന്നെ past perfect continuous അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, പ്രസന്റ് ടെൻസിന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി. പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കാതെ വേറെ നമുക്കൊരു മാർഗമില്ല. ഈസിയാണ്. നോക്കിയേ. ഐ വാസ് ഈറ്റിംഗ് ഐസ്ക്രീം. എന്ത് കൊടുക്കും? said that. I എന്നുള്ളത് എന്താകും? he ആകും. വാസിന് പകരം എന്ത് കൊടുക്കും? had കൊടുക്കും. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. been eating ഐസ്ക്രീം അല്ലേ? വെരി സിമ്പിൾ. ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന് ഇനി മാറ്റാൻ എന്തില്ല? വേറെ ടെൻസ് ഇല്ല. പാസ്റ്റ് പെർഫെക്റ്റിന് എന്ത് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റ് എന്നാക്കും. PP is equal to PP. he said I had eaten ice cream. he said that he had eaten ice cream. പ്രൊനൗൺ മാത്രം എന്ത് ചെയ്യുള്ളൂ? മാറുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതേപോലെ തന്നെ PPC is equal to PPC. കാരണം ഇതിനെങ്കിൽ മാറ്റം വരെ ടെൻസ് ഇല്ല. അപ്പൊ നോക്കിയേ. he said I had been. അവിടെ നമ്മൾ എന്താക്കും? ഐന് എന്താക്കും? he ആക്കും. said that he had been eating ice cream. full stop. he said that he had been eating ice cream. okay അല്ലേ? ഓക്കെ, ഈ ഒരു ടെൻസ് വരെ ഇത് മതി. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. എല്ലാം കൂടി വാരി വലിച്ച് പഠിച്ചാൽ എന്താകും? ചട്ടിപ്പത്തിരി പോലെയാകും, സാമ്പാർ പോലാകും. സോ നോ നീഡ് ഓഫ് ദാറ്റ്. ഓക്കെ, സോ വി ടേക്ക് ടൈം ആൻഡ് വി വിൽ ലേൺ എന്താണ്? സ്ലോലി. സോ ടുഡേ വി ഡിസ്കസ് ഹൗ ദ പ്രൊനൗൺസ് ദേ ചേഞ്ച് ആൻഡ് ഓൾസോ ഹൗ ദ ടെൻസ് ദേ ചേഞ്ച്. സോ പ്ലീസ് ഗോ ത്രൂ ദിസ്. ഓക്കെ, ഇതെന്ത് ചെയ്യാം? നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. ഓക്കെ, സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്.